അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അല്പം ഒന്ന് താമസിച്ചു പോയ പശ്ചാത്തലത്തിൽ നമ്മുടെ മീഡിയ വൺ ചാനലിൽ പാവപ്പെട്ട സി ദാവൂദും അജിംസും നിഷാദ് റാവുത്തരും അവരൊരുമിച്ചിരുന്ന് SDP ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഉള്ള ഒരു രീതിയിൽ അടുപ്പൂട്ടി ചർച്ച നടത്തി. ഇപ്പൊ അടുപ്പൂട്ടി ചർച്ച എന്നുള്ള പ്രയോഗം കടമെടുക്കുന്നത് പോലും ഇഷ്ടമല്ല. കാരണം നമ്മുടെ ആലുവ വക്കീലിന്റെ സംഭാവനയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വിശേഷണം. ഏതായാലും എൻ്റെ പൊന്നി ഇസ്ലാമിക പ്രവർത്തകരെ, ഇങ്ങനെയൊക്കെ പറയാവോ? ഇന്നും നാളെയൊക്കെ നമ്മൾ കാണാറുള്ളതല്ലേ. അതായത് എന്തെങ്കിലും ഒരു കുശുമ്പ് തോന്നുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇസ്ലാമിക പ്രവർത്തകരുടെ പരസ്പര ബന്ധങ്ങൾ എന്നുള്ള ഒരു പുസ്തകം നമ്മുടെ പ്രാസ്ഥാനിക വൃത്തങ്ങളിൽ അടിസ്ഥാന സാഹിത്യം എന്നുള്ള നിലയ്ക്ക് വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിലും അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ മാർഗദീപം പോലെയുള്ള പുസ്തകത്തിലും ഒക്കെ ഇസ്ലാമിക സാഹോദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ ഒരു മറക്കാൻ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പരാമർശങ്ങളൊന്നും ഒരു വിമർശനത്തിന്റെ രീതിയിൽ അങ്ങനെ നമ്മളങ്ങ് വെറുതെ പറഞ്ഞു പോകരുത്. കാരണം നമ്മൾ കുറച്ചും കൂടിയൊക്കെ കബുറ മഖ്തന ഇൻദല്ലാഹി അങ്ങനെയൊക്കെ നമ്മൾ ഓതും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. മറ്റ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തും പറയാം. കാരണം അവർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു കളിയാണ്. നമുക്ക് കളിയല്ലല്ലോ, കാര്യമല്ലേ. രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയേതരമായ ജീവിത വ്യവഹാരങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നിങ്ങളെ അണച്ചു പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ VD സതീശനും ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പോ എലക്ഷൻ കഴിയുമ്പോ നിങ്ങളെ ചിലപ്പോ തള്ളിപ്പറയും. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന് കേട്ടിട്ടുള്ളേ. പക്ഷെ എലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോ ഇവരെയൊക്കെ മട്ടും മാതിരിയൊക്കെ മാറും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇസ്ലാമിക സഹോദരന്മാർക്കെതിരെ ഡീലൊക്കെ ആരോപിച്ച, അതുപോലെ തന്നെ പാവപ്പെട്ട മുസ്ലിം ലീഗുകാര് അയത്തുങ്ങൾക്ക് ഇപ്പോഴും ആദ്യമുണ്ട് നിങ്ങൾ കൂടെ നിന്നിട്ട് അവന്മാർക്കിട്ട് താങ്ങുമെന്ന്. ലീഗുകാരല്ലേ, പാവത്തുങ്ങളാണ്, അവരെന്ത് വിചാരിച്ചാലും നമ്മൾ കുറ്റമൊന്നും പറയാൻ പാടില്ല. മനസ്സിലായല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഒരു കലർപ്പും ചേരാത്ത പരിശുദ്ധമായ നെയ്യാണ് അവര് എന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വയം വിചാരിക്കണത് എന്നൊക്കെ പറഞ്ഞ് പരിഭവപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ചന്ദ്രികയുടെ അമരത്തുള്ള CP സൈദലവി എഴുതിയ പുസ്തകം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മള് ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിക്കാനുള്ള ആൾക്കാർക്ക് പൊരുത്തപ്പെടാനും മറക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ പറയണത് ശരിയാണോ? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, വെൽഫെയർ പാർട്ടിക്കാരെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ആ രാഹുൽ ഗാന്ധിനോടും അതുപോലെ പ്രിയങ്ക ഗാന്ധിനോടും ഒക്കെ പറയണം, ഇവിടെ വന്നിട്ട് ഈ പിണറായി വിജയനെ പറ്റിയും അതുപോലെ തന്നെ CPM-നെ പറ്റിയും ഈ ഗീബത്തും നമീമത്തും ഏഷണിയും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി ശരിയല്ല. കാരണം സംഘപരിവാറിനെ എതിർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മുഖ്യ അജണ്ട. കോൺഗ്രസിന്റെ ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ ആണെങ്കിലും എല്ലാവരുടെയും ഒന്നാമത്തെ മുൻഗണന ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അതിന് ദേശീയ തലത്തിലുള്ള മതേതര സഖ്യത്തിലെ സഹകാരികളാണ് കോൺഗ്രസും CPM-ഉം ജനതാ പാർട്ടിയും എല്ലാവരും. എന്നിരിക്കെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു സംസ്ഥാന ഇലക്ഷൻ വന്നപ്പോ അതേ രാഹുൽ ഗാന്ധിയും ദേശീയ തലത്തിൽ മതേതര മുന്നേറ്റത്തിന്, RSS-നെതിരായ മതേതര മുന്നേറ്റത്തിന് CPM-നെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് സ്വർണം കട്ടവൻ അറപ്പ എന്നുള്ള പാട്ടൊക്കെ പറഞ്ഞ ശരിയാണോ? വല്ല ഹാരപ്പ മോഹൻജൊദാരോ അതിനെ പറ്റിയൊക്കെ പ്രസംഗിക്കണേ കുഴപ്പമില്ല. ഇവിടെ പിണറായി വിജയനെ പറ്റി പിണറായിയുടെ ആജന്മ ശത്രുക്കള് അവര് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഗീബത്തും നമീമത്തും ഏഷണിയും പരദൂഷണവും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നത്
രാഷ്ട്രീയമായ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല, നൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ധാർമ്മികതയെക്കുറിച്ച് ചങ്കി തട്ടുന്ന തരത്തിൽ സംസാരിക്കാൻ കൽപ്പുള്ള എൻ്റെ പൊന്ന് ദാവൂദ്, എൻ്റെ പൊന്ന് നിഷാദ് റാവുത്തര്, എൻ്റെ പൊന്ന് അജിംസ്, ആ രാഹുൽ ഗാന്ധിക്കും ആ പ്രിയങ്ക ഗാന്ധിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദേശീയ തലത്തിലുള്ള ആ മതേതര മുന്നേറ്റത്തിന് ഭംഗം വരാത്ത തരത്തിൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ നാവും ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കേണ്ടത്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിക്കണം, നേമത്തും മഞ്ചേശ്വരത്തും പാലക്കാട്ടും ഒക്കെ എന്താ ഈ മതേതരത്വത്തിന്റെ ചാമ്പ്യന്മാരായിട്ടുള്ള ഈ കോൺഗ്രസും CPM-ഉം പൊതു സ്ഥാനാർത്ഥികളെ നിർത്താത്തതെന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിക്കണം. ആ ചോദിക്കാൻ നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇന്ത്യയെ തന്നെ മറന്നുകൊണ്ട് കേരളം എന്ന് പറയുന്നത്, കേരളത്തിലെ സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പ്, ഇവിടുത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇത് മാത്രമായിട്ട് മറ്റ് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ അടർന്നു മാറി ഇങ്ങനെ പാരച്യൂട്ട് വഴി ആകാശത്ത് നിങ്ങോട്ട് വീണതാണ് എന്നുള്ള രീതിയിൽ മറ്റാളുകൾ വളരെ അവിവേകപൂർവം വൈകാരികമായിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെ വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാരെ പോലെയുള്ള മീഡിയ വൺ ചാനലിലെ ആൾക്കാരെ പോലെയുള്ള പക്വതയും വിവേകവും ചിന്തയും സൈദ്ധാന്തിക ജ്ഞാനവും ഒക്കെ ഉള്ള ആൾക്കാർ വേണം ഇടപെട്ട് അതിന് ബ്രേക്ക് ഇടാൻ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ SDPIക്കാരെ പറ്റി നിങ്ങൾ പറഞ്ഞതൊക്കെ അയിത്തുങ്ങൾ പൊരുത്തപ്പെട്ട് തരൂ കേട്ടോ. അവര് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സത്യവിശ്വാസിയെ പറ്റി 3 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഉള്ളിലൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള ഹദീസൊക്കെ അവരുടെ ക്ലാസ്സുകളിലും നമ്മുടെ ഹൽക്കായോഗങ്ങളിലെ പോലെ തന്നെ പറയുകയും കേൾപ്പിക്കുകയും പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യണതാ. അവരൊന്നും ഉള്ളിൽ വെച്ചോണ്ടിരിക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞൊന്നും അത്രേ ഉള്ളൂ കേട്ടോ.